അല്ല നിനക്ക് ഏതാണ്ട് ലിസ്റ്റിൽ പേര് വന്ന് ജോലിക്കെന്നൊക്കെ പറഞ്ഞു. അത് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇനി അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുമ്പോ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്താ മതിയല്ലേ? ലക്ഷ്മി ഇപ്പൊ എന്ത് ചെയ്യണ്? ഞാനിപ്പോ കോഴ്സ് കഴിയാറായി. അവക്കെ ഒരു പരീക്ഷയും കൂടി ഉണ്ട്, അത് എഴുതണം. സുഹൃത്താണ്. പുണ്യ അപ്പുറത്തുള്ള ചെല്ല് ചെല്ല് അച്ഛനകത്തുണ്ട്. സുഖദേട്ടാ എന്താടാ എന്റെ സങ്കല്പം ഇതെടാ പെണ്ണ്. നമുക്ക് നോക്കിയാലോ? അമ്മയുടെ കെട്ടിയാ മരിച്ചു പോയത്. മറ്റേ ചെറുത് ചെറുതാ നിനക്കാ? എടാ അവളൊരു ഡോക്ടറാകാൻ പഠിക്കാണ്. സ്കൂളിൽ പോകാത്ത നിനക്ക് എങ്ങനെ അവളാലോചിക്കണം? അവിടെ പഠിച്ചോട്ടെ. അതിനൊക്കെ ആഗ്രഹിക്കാൻ സമയത്തൊന്ന് പല്ലെങ്കിലും തേക്കാൻ നോക്ക്. ഉമ്മ തന്നിട്ട് സഹിക്കാൻ പറ്റണല്ലോ, ആലോചിക്കാൻ നടക്കണം. അതെ, എനിക്കൊരു ജോലിയിൽ കയറിയിട്ട് വേണം അവളൊന്ന് ആലോചിക്കാനെന്ന് ഓർത്താ ഞാൻ നിക്കണം. നീ പോയിക്കോ എന്നാ. ഞാൻ പോയിക്കോ, വീട്ടിൽ പോടാ. ഞാൻ പോകില്ല. പിന്നെ നീ ഇവിടെ എന്തിനാ ഇരിക്കണ? വീടിന് ഉച്ചക്കത്തെ ചോറും കിട്ടും. ചോറൊന്നുമില്ല, ഇവിടെ നിന്ന് വിരുന്നുകാരൊക്കെ ഉള്ളതാണ്. ചെല്ലു നീ. നീ ദുഷ്ടനാട്ടാ. പട്ടിച്ചെറ്റ കഴുത നായി ഉണ്ണി നീട്ട കമന്റിനെതിരെ എന്നെ ചീത്ത വിളിക്കുന്നത്. എടാ അതിപ്പോ നീ ഇപ്പൊ എന്റെ കൂടെ ഇരിക്കണ്ടെന്ന് അവരറിയണ്ടാവും. അതെങ്ങനെ? എടാ എല്ലാം ഏയല്ലേ, നമ്മളെ ട്രാക്ക് ചെയ്യണ്ടാവുമാര്. അയ്യോ വീണ്ടും വന്നു. എടാ മാറ്റത് അവസാനം രാത്രി എല്ലാം കൂടി വായിക്കാല്ല. ഇപ്പൊ എന്താ പരിപാടി? പഠിത്തം കഴിഞ്ഞ കല്യാണം പ്രായക്കായി. പിന്നെ കല്യാണം നോക്കാണ് സുഖദേട്ടാ. വേണം. അതെന്താ അറിയോ, ഒരു 6 മാസത്തിനുള്ളിൽ നടത്തണം. ജാതകത്തിൽ അങ്ങനെ. അതെ, 29 വയസ്സ് കഴിയണം. അല്ലെങ്കിലേ അയ്യോ അത്ര നീട്ടിക്കൊണ്ടൊന്നും വേണ്ടത്. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു നമുക്ക് ഇപ്പഴേ അങ്ങോട്ട് ആലോചിക്കാം, ആ പരീക്ഷ കഴിയുമ്പോ അങ്ങോട്ട് നടത്താം. അല്ല ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ അച്ഛനമ്മ ആരാണ് പറയണ അയാളെ? അത് നന്നായി. അല്ല ഇപ്പോഴത്തെ കാലാണ്, ഇപ്പൊ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ ചെയ്യാ, അത് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. നന്നായി, അങ്ങനത്തെ കുട്ടികളെ ഈ കാലത്ത് കിട്ടുക. ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമായ ഒരാളെ കണ്ടുപിടിക്കല്. എന്തായാലും കണ്ടുപിടിച്ച അത്രയും പെട്ടെന്ന് കെട്ടിച്ചോടണം അവളെ. അതെ അതെ. അത് ഫ്രണ്ട്സ് മറ്റേ എക്സാമിന്റെ കാര്യം വൈകുന്നേരം വരാൻ പറയും. ഹലോ. പിള്ളേരൊക്കെ വരും വീട്ടിൽ പഠിക്കാനേ, അവര് വിളിക്കണതാ. അല്ല മണ്ടുവോ, നമുക്കേ ലക്ഷ്മീനെ എന്റെ പ്യാരിക്കൊന്ന് ആലോചിച്ചാലോ? പ്യാരിക്ക്? അല്ല സുഖമായിട്ട് അവന് ജോലി എന്തെങ്കിലും ആവണ്ടേ? അവനോ അപ്പൊ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട്. പഠിത്തം തന്നെ അവന് സർക്കാർ ജോലി കിട്ടും. അത് പറഞ്ഞു. അല്ല എന്താ സുഖേട്ട, വേറൊന്നും അല്ല, ഈ കാലത്തൊരു ജോലി ജോലി ഇല്ലാണ്ട് നടക്കില്ല, ഒന്നും നടക്കില്ല. അതാണ്. പിന്നെ അവളുടെ പഠിപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അവക്ക്. അല്ല ആലോചനകൾ നടന്നോട്ടെ, ജോലി കിട്ടി കഴിഞ്ഞാൽ. അല്ല ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പകല അവളൊരു മുറപ്പെണ്ണാണല്ലോ എന്റെ. അതെ, നമുക്ക് ആലോചിക്കാം.